അനന്തരം 1987, മതിലുകൾ 1990, വിധേയൻ 1993. അതിനുശേഷം ഇതാ 33 വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും അടൂർ ഗോപാലകൃഷ്ണനും വീണ്ടും ഒന്നിക്കുന്നു. പദയാത്ര എന്നാണ് ചിത്രത്തിൻ്റെ പേര്. തകഴി ശിവശങ്കര പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള സിനിമയാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ജനുവരി 23 ഇന്ന് ആ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. 1950 ആ നോവൽ വന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിനുശേഷം ആ നോവലിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണോ സിനിമ വരുന്നത് എന്നൊരു ചോദ്യവും കൂടിയുണ്ട്. ഈ 3 സിനിമകൾ അനന്തരം, മതിലുകൾ, വിധേയൻ, ഇതിൽ അനന്തരം നമുക്കൊന്ന് മാറ്റി നിർത്താം. അതിൽ അശോകനാണ് പ്രധാന വേഷത്തിലെത്തിയെങ്കിൽ പോലും മമ്മൂട്ടി മറ്റൊരു വേഷത്തിലെത്തിയിരുന്നു. മതിലുകൾ ബഷീർ എന്ന കഥാപാത്രത്തിലെ മമ്മൂട്ടിയുടെ രംഗങ്ങൾ, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഡയലോഗുകൾ, സംഭാഷണങ്ങൾ, ഓരോ രംഗങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഇടം നേടിക്കൊണ്ടിരിക്കുന്നു. വിധേയൻ പിന്നെ ഞാൻ പറയണ്ടല്ലോ, ഭാസ്കര പട്ടേലായിട്ട് മമ്മൂട്ടിയുടെ അഴിഞ്ഞാട്ടം എന്ന രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു വിധേയൻ. അതിനുശേഷം ഒരു 33 വർഷങ്ങൾക്ക് ശേഷം ഇരുവരും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഇതൊരു വലിയ വാർത്തയാണ്. അടൂറിന് ഒരു പുതിയ സിനിമ വരിക എന്നത് തന്നെ എപ്പോഴും ഒരു വാർത്തയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ മമ്മൂട്ടിയുമായിട്ട് കൈകോർക്കുന്നു എന്ന് പറയുമ്പോൾ അത് മറ്റൊരു വാർത്തയാണ്. ഒന്നാമത്തെ കാര്യം, ഇത് മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മമ്മൂട്ടി കമ്പനി മലയാള സിനിമയിൽ ഇത്രയധികം വിശ്വാസം പുലർത്തുന്ന മറ്റൊരു പ്രൊഡക്ഷൻ കമ്പനി ഇല്ല എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ മമ്മൂട്ടി കമ്പനിയുടെ 8ാമത്തെ ചിത്രമായിരിക്കും പദയാത്ര. 8ാമത്തെ ചിത്രമായിരിക്കും, 8ാമത്തെ ചിത്രമാണ്. ഇതിനിടയിൽ കുറച്ച് ഹിറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, ഒരു 2-3 ഫ്ലോപ്പുകൾ ഉണ്ടായിട്ടുണ്ട് എന്നതും പറയാതിരിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ മമ്മൂട്ടി വീണ്ടും വലിയ ചർച്ചയായി മാറുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ചത്താപ്പച്ച എന്ന സിനിമയിലെ ക്യാമിയോ വേഷത്തിൽ മമ്മൂട്ടി എത്തിയിരുന്നു. ക്യാമിയോയെ പറ്റി 2 അഭിപ്രായങ്ങളുണ്ട്. പേഴ്സണലി എനിക്ക് ക്യാമിയോ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സിനിമ ഗംഭീരമായിട്ട് വർക്കായെങ്കിൽ പോലും മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൻ്റെ സ്ലാങ്ങോ ലുക്കോ ഒന്നും തന്നെ തിയേറ്ററിൽ വർക്കായില്ല എന്ന അഭിപ്രായമുണ്ട്. സംഭാഷണങ്ങളൊക്കെ നല്ല ആർട്ടിഫിഷ്യലായിരുന്നു. ഒരുപക്ഷെ മമ്മൂട്ടിക്ക് വയ്യ എന്ന് പോലും സ്ക്രീനിൽ തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു ചത്താപ്പച്ചയിലെ ക്യാമിയോ. ഏറ്റവും കൂടുതൽ ഹൈപ്പിൽ വന്നിരുന്ന ഒരു ക്യാമിയോ കൂടിയായിരുന്നു മമ്മൂക്കയുടേത്. അതിന് മുമ്പ് തന്നെ ഇതിൻ്റെ അണിയർ പ്രവർത്തകർ വളരെ സസ്പെൻസ് ആക്കി വെച്ചിട്ട് നല്ല ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു. പക്ഷേ തിയേറ്ററിൽ, സ്ക്രീനിൽ അതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും മമ്മൂക്കയും അടൂർ ഗോപാലകൃഷ്ണനും വീണ്ടും എത്തുമ്പോഴേക്കും അത് സിനിമാ പ്രേമികൾക്കിടയിൽ വലിയൊരു വാർത്തയാണെന്നത് പറയാതിരിക്കാൻ സാധിക്കില്ല. ഇനി പദയാത്രയെക്കുറിച്ച് സംസാരിക്കാം. പദയാത്ര സംസാരിക്കാൻ പെടാൻ പോകുന്ന ഒരു സമയം, അല്ലെങ്കിൽ തകഴിയുടെ നോവലുമായിട്ട് ബന്ധപ്പെട്ടതാണ് റിപ്പോർട്ടുകളെങ്കിൽ അത് ഒരു പക്ഷേ വേറൊരു മമ്മൂട്ടിയെ കാണാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത്. മമ്മൂക്കയെ തന്നെ നമുക്കറിയാം, ഓരോ സിനിമകൾ തിരഞ്ഞെടുക്കുന്ന രീതിയിൽ പോലും തനിക്ക് എന്തൊക്കെ വ്യത്യസ്തമായ പുതുമയാർന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് വളരെ ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയും കൂടിയായിട്ട് മമ്മൂട്ടി മാറാൻ തുടങ്ങിയിട്ട് കുറച്ചധികം വർഷങ്ങളായി. സിനിമകളുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ, അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ സെലക്ഷൻ എല്ലാം വളരെ ശക്തമായ രീതിയിലും ഒരുപക്ഷെ ഇന്നത്തെ യുവതലമുറ ചിന്തിക്കുന്നതിനേക്കാളും ഒരു 5 അടി മുകളിലെങ്കിലും ഇപ്പോൾ മമ്മൂക്ക തനിക്ക് കിട്ടുന്ന ഓരോ കഥാപാത്രങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ അടൂരുമായിട്ടുള്ള പ്രോജക്റ്റ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അനു സിത്താരയായിരിക്കും ചിത്രത്തിൽ നായികയായി എത്തുക എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. അനു സിത്താര മമ്മൂട്ടി ഫാൻ ഗേൾ ആണ് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരുപക്ഷെ അനു സിത്താര കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു ഭയങ്കരമായ ഒരു കഥാപാത്രത്തിൽ എത്താൻ പോകുന്ന സിനിമയും കൂടി ആയിരിക്കാം ഇത്. എന്തായാലും ഈ ചിത്രത്തിന് മേലുള്ള വലിയ പ്രതീക്ഷകൾ നിൽക്കുന്നുണ്ട്. ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഇന്ന് ആരംഭിച്ചിരിക്കുന്നു. ഒരു നല്ല രസകരമായൊരു പോസ്റ്ററും കൂടി അവർ പുറത്തുവിട്ടിട്ടുണ്ട്. പദയാത്രയ്ക്ക് ഒരു കുറച്ചധികം കാൽപ്പാടുകളുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുന്നതായിട്ട് കാണാം. എന്തായാലും ആ സിനിമ എന്നാണ് റിലീസ് ചെയ്യാൻ പോകുന്നതെന്നൊന്നും അറിയില്ല. എന്തായാലും ഇന്ന് ഷൂട്ടിംഗ് തുടങ്ങി. ആ സിനിമയുടെ ചർച്ചകൾ, കാര്യങ്ങളൊക്കെ തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു പ്രോജക്റ്റ് വരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു വലിയ വാർത്തയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഷൂട്ടിംഗ് കൂടി ആരംഭിക്കുന്ന സ്ഥിതിക്ക് ഒരുപക്ഷെ പല മമ്മൂട്ടി ആരാധകരും വളരെ ഉറ്റുനോക്കുന്ന ഒരു പ്രോജക്റ്റും കൂടിയായിരിക്കും പദയാത്ര. സിനിമാ പ്രേമികളും വളരെയധികം ഉറ്റുനോക്കുന്ന ഒരു, കാരണം ഇതൊരു അടൂർ സിനിമ ആയതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കാം ഈ പടം വരിക, ഇത് നല്ല രീതിയിൽ തന്നെ വരുമോ എന്നുള്ള ചോദ്യങ്ങൾ ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഈ പോസ്റ്റിന് താഴെ ഒക്കെ തന്നെ ഉയരുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാം. 32 വർഷങ്ങൾക്ക് ശേഷം അടൂർ മമ്മൂട്ടി കോമ്പിനേഷനായി.